ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റി, കേരള PSCയുടെ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്ന ക്ലാസ്സുകളാണ്. നമ്മൾ ഓൾറെഡി 2 ക്ലാസ്സുകൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എ ബാലൻസ്ഡ് ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ഹാസ് എൻ ഇംപിഡൻസ് ഓഫ് 3 ആംഗിൾ 30 degree ohm per phase. What will be the impedance of an equivalent star connected load? Okay, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഒരു ഡെൽറ്റ കണക്റ്റഡ് ലോഡിന്റെ ഇംപിഡൻസ് വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ട് നമ്മളൊരു സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ലോഡിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൺവേർഷൻ എങ്ങോട്ടാ വരുന്നത്? തന്നിരിക്കുന്നത് ഡെൽറ്റയാണ് അല്ലെ? തന്നിരിക്കുന്നത് ഡെൽറ്റയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റാർ കണക്റ്റഡ് കോൺഫിഗറേഷന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആക്ച്വൽ കൺവേർഷൻ എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഡെൽറ്റ നെറ്റ്വർക്കിൽ ലോഡിന്റെ ഇംപിഡൻസ് 3 ആംഗിൾ 30 degree ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിലുള്ള എല്ലാ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എല്ലാ ഇംപിഡൻസ് വാല്യൂം എത്രയാണ്? 3 ആംഗിൾ 30 degree ആണ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സ്റ്റാറിലേക്ക് മാറ്റുന്ന സമയത്ത് അതിന്റെ ഇംപിഡൻസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡെൽറ്റ ടു സ്റ്റാർ അത് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. രണ്ടാമത് കൺസിഡർ ചെയ്യേണ്ടത് ഡെൽറ്റയിൽ എല്ലാ ഇംപിഡൻസും സെയിം ആണ്. ഓൾ ഇംപിഡൻസസ് ആർ സെയിം. സപ്പോസ് ദ ഇംപിഡൻസ് വാല്യൂ ഇസ് സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടു സ്റ്റാർ ഡിക്രീസ്, അതാണ് നമ്മൾ പഠിച്ച കോഡ് അല്ലെ? കുറയും. ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് ആക്കുമ്പോൾ എല്ലാം സെയിം ആണെങ്കിൽ എത്ര വെച്ച് കുറയും? ഡിവൈഡഡ് ബൈ 3 വെച്ച് കുറയും. അപ്പോ 3 ആംഗിൾ 30 degree ഡെൽറ്റയിൽ ഉണ്ടെങ്കിൽ സ്റ്റാറിൽ എത്രയായിരിക്കും? ഇതേ ബൈ 3. 3 എന്ന് പറയുന്നത് എന്താ? മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡിന് എന്ത് ചെയ്യുക? 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ 3നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആംഗിൾ റിമെയിൻസ് സെയിം, 1 ആംഗിൾ 30. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4. കണ്ടോ? യാതൊരു കാൽക്കുലേഷനോ ഫിഗേഴ്സോ ഇല്ലാണ്ട് തന്നെ ആ കൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ അതിന്റെ തിയററ്റിക്കൽ വേർഷൻസ് ക്ലാരിറ്റി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെ? ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംഭവം ചെയ്യുക? ഒരു ഡെൽറ്റ നെറ്റ്വർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുക. ഡെൽറ്റ നെറ്റ്വർക്കിൽ നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂ RA, RB, RC കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക? ഒരു സ്റ്റാർ നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യുക. ആ സ്റ്റാർ നെറ്റ്വർക്കിലെ വാല്യൂസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ, ഇപ്പൊ ഈ റെസിസ്റ്റൻസ് R1 ആണെങ്കിൽ എന്ത് ചെയ്യുക? ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് ആക്കുന്ന സമയത്ത് അതിന്റെ ഇടവും വലവും നിൽക്കുന്ന ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ കാണുക, RA പ്ലസ് RB പ്ലസ് RC. ഇതാണ് ജനറൽ ഫോർമുല. ഇവിടെ പക്ഷേ തന്നിരിക്കുന്നത് എല്ലാം ഈക്വൽ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ RAയും RBയും എല്ലാം എന്തായിരിക്കും? R ആയിരിക്കും. സോ R ഇൻറ്റു R ഡിവൈഡഡ് ബൈ R പ്ലസ് R പ്ലസ് R. സോ R സ്ക്വയർ ഡിവൈഡഡ് ബൈ 3R. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? R/3 എന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ Z/3 എന്ന് കിട്ടുന്നത്. ഓക്കെ, ആ ജനറൽ കൺവേർഷൻ റൂള് തിയറി സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം സെഷൻ ചെയ്യുന്ന സമയത്ത് ഞാനത് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് 1 ആംഗിൾ 30 degree. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? Which of the following is correct statement? Star connection also be termed as T connection. Delta connection can be termed as pi connection. അപ്പോൾ സ്റ്റാർ കണക്ഷന്റെയും ഡെൽറ്റ കണക്ഷന്റെയും ഓൾട്ടർനേറ്റ് നെയിംസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ പഠിച്ച സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇതുപോലെ കണക്ട് ചെയ്ത നെറ്റ്വർക്കിനെയാണ് നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞത് അല്ലെ? അപ്പൊ ആക്ച്വലി ഈ നെറ്റ്വർക്കിനെ തന്നെ നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. ദിസ് ഈസ് ഓൾസോ സ്റ്റാർ നെറ്റ്വർക്ക്. ഇതേ നെറ്റ്വർക്കിനെ തന്നെ നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. എല്ലാം സെയിം ആണ്. നോക്കിയേ, 3 പോയിന്റ്സ് A-B-C. ഇതിൽ A-Bനെ ഞാൻ മുകളിൽ വരച്ചു, C-നെ താഴെ വരച്ചു. ഇതിൽ A-B എന്ന് പറയുന്നതിനെ ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടി C-നെ താഴെ വരച്ചു. എല്ലാം സെയിം ആണ്. ഇത് ഒരു Y ഷേപ്പിലല്ലേ ഇരിക്കുന്നത്? ഇതൊരു T ഷേപ്പിലല്ലേ ഇരിക്കുന്നത്? ഇതിനെയാണ് നമ്മൾ സ്റ്റാർ എന്ന് പഠിച്ചത്. അപ്പൊ ഈ സ്റ്റാർ നെറ്റ്വർക്കിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് Y നെറ്റ്വർക്ക്. Y ഒറ്റ Y എന്നും പറയും, WYEY എന്നും പറയും. ഇതേ നെറ്റ്വർക്കിനെ തന്നെ നമുക്ക് എന്ത് പറയാം? T നെറ്റ്വർക്ക് എന്നും പറയാം.
അപ്പോൾ ഇതെല്ലാം ആരെ വിളിക്കുന്ന പേരാണ്? സ്റ്റാർ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ്. സോ സ്റ്റാർ കണക്ഷൻ ഈസ് ഓൾസോ ബി ടേംഡ് ആസ് ടി കണക്ഷൻ. ഇനി നിങ്ങൾ ഡെൽറ്റ കണക്ഷൻ നോക്കിക്കോ. ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എങ്ങനെയാണ് നമ്മൾ പഠിച്ച ഡെൽറ്റ കണക്ഷൻ? ഇതാണ് നമ്മൾ പഠിച്ച ഡെൽറ്റ കണക്ഷൻ. ഇതിനെ തന്നെ ഞാൻ തലകുത്തനെ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഓൾസോ എ ഡെൽറ്റ കണക്ഷൻ അല്ലേ? നിങ്ങൾ പൈ എന്ന് പറയുന്ന ലെറ്റർ ശ്രദ്ധിച്ചിട്ടില്ലേ? ആക്ച്വലി ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. പക്ഷെ ഇത് രണ്ടും എന്താണ്? സെയിം പോയിന്റ് ആണ്. ഇതും ഒരു ഡെൽറ്റ കണക്ഷൻ ആണ്. അപ്പോൾ ഇത് ലുക്ക് ലൈക്ക് പൈ. അതുകൊണ്ട് തന്നെ ഡെൽറ്റ കണക്ഷനെ വിളിക്കുന്ന വേറൊരു പേരെന്നാണ് എന്ത്? പൈ കണക്ഷൻ. സോ ഡെൽറ്റ കണക്ഷൻ ക്യാൻ ബി ടേംഡ് ആസ് പൈ കണക്ഷൻ. അപ്പോൾ ശരിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. കറക്റ്റ് ഓപ്ഷൻ ഏതാ? ബോത്ത് 1 and 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ്. ഇത് എന്തിനാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വിളിക്കുന്ന വേറെ പേരുകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് find delta equivalent resistance R12, R23 and R31 from the given star configuration. ഇവിടെയാണ് നമ്മൾ കൺവേർഷന്റെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം വരുന്നത്. ഓക്കെ, ഇവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ ഇക്വലന്റ് ഓഫ് ദ ഗിവൺ സ്റ്റാർ കണക്ഷൻ. അപ്പൊ നമുക്ക് എങ്ങോട്ടേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ റെസിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്? R12 കണ്ടുപിടിക്കണം. R12 എന്ന് പറയുന്നത് എന്താ? 1 എന്ന് പറയുന്ന ടെർമിനലിനും 2 എന്ന് പറയുന്ന ടെർമിനലിനും അക്രോസ് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ് എന്ത്? R12. സോ ദിസ് ഈസ് R12. R23 എന്തായിരിക്കും? 2നും 3നും ഇടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആളായിരിക്കും എന്ത്? R23. R31 എന്തായിരിക്കും? 3നും 1നും ഇടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആളായിരിക്കും എന്ത്? R31. അപ്പോൾ ഈ ഡെൽറ്റയുടെ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാർ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, ഡെൽറ്റയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്റ്റാറിൽ തന്നിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ ഒക്കെ പെയർഡ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക, ആഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് റെസിസ്റ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഈ രണ്ട് റെസിസ്റ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഈ രണ്ട് റെസിസ്റ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്ന് പറഞ്ഞേ. ആദ്യം 2നെയും 3നെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആക്ച്വലി നമുക്ക് തന്നിട്ടുണ്ടാവുക 3 വാല്യൂസ്. ലെറ്റ് ഇറ്റ് ബി R1, R2 ആൻഡ് R3. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്താ? R1, R2 പ്ലസ് R2, R3 പ്ലസ് R1, R3. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റാർ എന്ന് ഡെൽറ്റയിലേക്ക് മാറ്റുമ്പോൾ അതൊന്ന് കണ്ടുപിടിച്ചേ. വാട്ട് ഈസ് R1, R2? ഏതെങ്കിലും ഓർഡറിൽ എടുക്കാം. ഇപ്പൊ 2 R1, 3 R2, 6 R3 ആയിട്ട് എടുത്താൽ 2 into 3 പ്ലസ് 3 into 6 പ്ലസ് 6 into 2 ഈക്വൽ ടു എത്ര വരും? 2 into 3 6, 6 into 2 12, 12 plus 6 18, 18 plus 18 32. സോറി 36. അപ്പൊ 36 ആണ് ഈ പെയർഡ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി ആഡ് ചെയ്ത വാല്യൂ. ഓക്കെ, ഇനി ഓരോ റെസിസ്റ്റൻസ് കാണാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് R12 കാണണം എന്ന് വിചാരിക്കാം. R12 കാണണമെങ്കിൽ എന്ത് ചെയ്യുക? R12ന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന റെസിസ്റ്റൻസ് ആരാണോ അത് വെച്ച് ഇയാളെ ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് ഓപ്ഷനിൽ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന R12 ഫസ്റ്റ് കാണാനാ. സോ R12 ഈസ് ഈക്വൽ ടു പെയർഡ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നടത്തി കിട്ടിയ ആരാ? 36 ഡിവൈഡഡ് ബൈ R12ന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാരാ? 6. 36 ഡിവൈഡഡ് ബൈ 6 എത്രയാ? 6 ഓം. ക്ലിയർ ആണല്ലോ. സിമിലർലി നെക്സ്റ്റ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ആരാ? R23. R23 ഈക്വൽ ടു പെയർഡ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് ആഡ് ചെയ്ത ആള് 36 ഡിവൈഡഡ് ബൈ R23 എവിടെയാണ് കിടക്കുന്നത്? ദിസ് ഈസ് R23. R23യുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാന്ന് നോക്കിയേ? 2 ഓം. സോ ഡിവൈഡഡ് ബൈ 2. 36 ഡിവൈഡഡ് ബൈ 2 8 ഓം. നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താ ക്വസ്റ്റനിൽ? R31. നെക്സ്റ്റ് ഈസ് R31. സോ R31 ഈസ് ഈക്വൽ ടു പെയർഡ് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ കഴിഞ്ഞ് കിട്ടുന്നത് 36. R31 എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ. ഇതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാരാണ്? 3. സോ 36 ഡിവൈഡഡ് ബൈ 3 12 ഓം. സോ 6 ഓം, 18 ഓം ആൻഡ് 12 ഓം. 6 ഓം, 18 ഓം ആൻഡ് 12 ഓം. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ കൺവേർഷൻ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പ്രശ്നമില്ല എന്ന് മനസ്സിലായല്ലോ. സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ റൂൾ അറിയാമെങ്കിൽ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക്
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ദ figure 5, determine the equivalent resistance between any two terminals. Okay, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്യണം. ഇവിടെ നമ്മളോട് രണ്ട് സ്റ്റാറും ഡെൽറ്റയും ഉണ്ട്. ഇവിടെ ഡെൽറ്റയുണ്ട്, സ്റ്റാറും ഉണ്ട്. ഇവിടെ നമ്മൾ ഡെൽറ്റയെ സ്റ്റാറിലേക്ക് മാറ്റാനോ സ്റ്റാറിനെ ഡെൽറ്റയിലേക്ക് മാറ്റാനോ ഒന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് ടെർമിനൽ, ഏതെങ്കിലും രണ്ട് ടെർമിനൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണണം. അപ്പൊ അതെന്ത് ചോദ്യ? കാരണം ടെർമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ടെർമിനൽസ് ഉണ്ട്. അപ്പൊ ഈ 3 ടെർമിനൽസിൽ ഏതെങ്കിലും ടെർമിനൽ എടുക്കുമ്പോൾ ചിലപ്പം ഒരു ടെർമിനൽ എടുക്കുമ്പോൾ കിട്ടുന്ന റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കില്ല അടുത്ത ടെർമിനൽ എടുക്കുമ്പോൾ, ആ വാല്യൂ ആയിരിക്കില്ല അടുത്ത പെയർസ് എടുക്കുമ്പോൾ. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്? അപ്പോഴാണ് നമ്മൾ സർക്യൂട്ടിലേക്ക് നോക്കേണ്ടത്. സർക്യൂട്ടിൽ തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് എല്ലാം സെയിം ആണ്. ഡെൽറ്റ ആണെങ്കിലും സ്റ്റാർ ആണെങ്കിലും എല്ലാം സെയിം വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് പെയർ ഓഫ് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിന് അക്രോസുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളൊന്ന് നോക്കുക. ഇവിടെ വൈ ഇപ്പം എക്സ് വൈ തന്നെ എടുക്കാം. ഇതാണ് എക്സ് വൈ. ഈ എക്സിനും വൈക്കും ഇടയിലുള്ള അല്ലെങ്കിൽ എക്സിനും സെഡിനും ഇടയിലുള്ള റെസിസ്റ്റൻസ്, ഇക്വലന്റ് റെസിസ്റ്റൻസ് നമുക്ക് കാണാം. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇത് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ബുദ്ധിമുട്ടാണ്. ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ഈ പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ടെക്നിക്ക് എടുക്കുകയാണ്. അതായത് പുറത്തൊരു ഡെൽറ്റയും ഉള്ളിലൊരു സ്റ്റാറുമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പുറത്തൊരു ഡെൽറ്റ, ഉള്ളിലൊരു സ്റ്റാർ. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള സ്റ്റാറിനെ അതേപടി വരയ്ക്കുകയാണ്. ഉള്ളിലുള്ള സ്റ്റാറിനെ അതേപടി കൺസിഡർ ചെയ്യുന്നു. സോ ദ സ്റ്റാർ നെറ്റ്വർക്ക് ഈസ് ഹാവിങ് ഈക്വൽ റെസിസ്റ്റൻസ് ഇൻ every branch, that is 4 ohm, 4 ohm and 4 ohm. Okay, ഇനി നമുക്ക് ആ ടെർമിനൽസിന്റെ പേരും കൊടുക്കാം. ദിസ് ഈസ് എക്സ്. എക്സിലാണല്ലോ ഈ ബ്രാഞ്ച് ഉള്ളത്. വൈ മുകളിലത്തെ നോഡ്, സെഡ് താഴത്തെ നോഡ്. ഓക്കെ, ഈ സംഭവത്തിന്റെ പുറത്താണ് ആരുള്ളത്? ഡെൽറ്റ ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലം ഈ സ്റ്റാറിനെ ഒന്ന് ഡെൽറ്റ ആക്കി നോക്കുകയാണ്. ഓക്കെ, സ്റ്റാറിനെ ഡെൽറ്റ ആക്കി നോക്കുന്നു. അപ്പൊ കൺവേർഷൻ എന്താ? സ്റ്റാർ ടു ഡെൽറ്റ. ഡിക്രീസ് അല്ല, ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. മൂന്നും ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? ഇൻക്രീസ് ചെയ്യും റെസിസ്റ്റൻസ് വാല്യൂ. എത്ര? 3 ടൈംസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇവിടെ ഓരോന്നും 4 ohm ആണെങ്കിൽ സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്ക് മാറ്റുമ്പം എത്രയായിരിക്കും ഇക്വലന്റ് വരിക? 3 into 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിലും എത്ര വരും? 12. അപ്പൊ ഈ സ്റ്റാറിനെ ഞാൻ ഡെൽറ്റ ആക്കുകയാണ്, അല്ലാണ്ട് ആ ഡെൽറ്റ വരയ്ക്കില്ല. ഈ സ്റ്റാറിനെ ഡെൽറ്റ ആക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഞാൻ വേണമെങ്കിൽ നമുക്ക് വേറൊരു കളറിൽ വരയ്ക്കാം. സോ ഈ സ്റ്റാറിനെ ഡെൽറ്റ ആക്കുന്ന സമയത്ത് ഈ ബ്രാഞ്ചിൽ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടാവും, എക്സിനും വൈക്കും ഇടയിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാവും, വൈക്കും സെഡിനും ഇടയിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാവും. ഇങ്ങനെയാണല്ലോ സ്റ്റാറിനെ ഡെൽറ്റ ആക്കുക. അപ്പോ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ, ഓരോ റെസിസ്റ്റൻസ് എടുത്താലും അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 3 times R ആയിരിക്കും അല്ലെ? സ്റ്റാറിന് ഡെൽറ്റയിലേക്കുള്ള കൺവേർഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്ക്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫസ്റ്റ് ഈ റെസിസ്റ്റൻസ് കാണണം എന്ന് വിചാരിക്കാം. സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിന്റെ പെയ്ഡ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കണം. 4 into 4, 4 into 4, 4 into 4, 16 plus 16 plus 16. ഓക്കെ, അങ്ങനെയല്ലേ വരിക? 32 plus 16 എത്ര വരും? 48. ഡിവൈഡഡ് ബൈ എത്ര വരും? ഡിവൈഡഡ് ബൈ ഇതാണ് കണ്ടെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് 32 അല്ലേ? ശരിയല്ലേ? 4 into 4 plus 4 into 4 plus 4 into 4. ഇത് ആദ്യം ചെയ്യാം. 16 plus 16 32, 32 plus 16 എന്ന് പറയുന്നത് 48. 48 ഡിവൈഡഡ് ബൈ ഏത് കാണണമെങ്കിലും ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഏത് റെസിസ്റ്റൻസും 4 അല്ലടോ. സോ 48 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഓരോ റെസിസ്റ്റൻസും എത്ര വരും? 12 ohm. ഈ 12 ohm എന്ന് പറയുന്നത് എത്രയാ? 3 into 4 അല്ലേ? അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഓരോ ബ്രാഞ്ചിലും എത്ര വരും? 12 ohm, 12 ohm, 12 ohm. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ളിലത്തെ സ്റ്റാറിനെ നമ്മളങ്ങ് എലിമിനേറ്റ് ചെയ്യുക. ഉള്ളിലത്തെ സ്റ്റാറിനെ എന്താക്കി മാറ്റാണ്? ഡെൽറ്റ ആക്കി മാറ്റാണ്. അപ്പൊ ഈ ഉള്ളിലെ സ്റ്റാർ ഇല്ല കേട്ടോ, ഉള്ളിലെ സ്റ്റാർ ഇല്ല. ഓക്കെ, അപ്പൊ ഉള്ളിലെ സ്റ്റാറിനെ നമുക്ക് മായ്ക്കാം. കാരണം ഉള്ളിലെ സ്റ്റാറിന് പകരമാണ് നമ്മളിപ്പോ ഡെൽറ്റ വരച്ചത്. അപ്പൊ ഉള്ളിലത്തെ സ്റ്റാർ ഇല്ല, ഓൺലി കണ്ടെയ്ൻസ് ഡെൽറ്റ. ശരിയാണല്ലോ. ഇനി
ഓൾറെഡി അവിടെ പുറത്തൊരു ഡെൽറ്റ ഉണ്ടല്ലോ, അതിനെ മറക്കാൻ പാടില്ലല്ലോ, അതും ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് വരയ്ക്കാം. എക്സിനും സെഡിനും ഇടയിൽ ഒരു 4 ഓം. സോ എക്സിനും സെഡിനും ഇടയിൽ ഒരു 4 ഓം. നെക്സ്റ്റ് വരുന്നത് നോക്കിയേ, എക്സിനും വൈക്കും ഇടയിൽ 4 ഓം. എക്സിനും വൈക്കും ഇടയിൽ 4 ഓം. വൈക്കും സെഡിനും ഇടയിൽ 4 ഓം. വൈക്കും സെഡിനും ഇടയിൽ 4 ഓം. ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ആയിട്ട് അത് ട്രാൻസ്ഫോം ചെയ്തു. ഇത് ഞാൻ വരച്ചത് കൊണ്ട് അത്ര ഭംഗി ഉണ്ടാവില്ല, നമുക്ക് തൽക്കാലം ഭംഗിയുള്ള ഒരു നെറ്റ്വർക്ക് നോക്കാം. ഈ നെറ്റ്വർക്ക് ഇങ്ങനെയായിട്ട് മാറും. ഇങ്ങനെയായിട്ട് മാറുമ്പോഴുള്ള ഗുണം എന്താ? ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. നോക്കിയേ, എക്സിനും സെഡിനും ഇടയിൽ ഒരു 4 ഓം ഉണ്ട്, ഒരു 12 ഓം. എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ ആയിട്ട്. എക്സിനും സെഡിനും ഇടയിൽ 12 ഓമും 4 ഓമും പാരലൽ ആയിട്ട്. എക്സിനും ദിസ് ഈസ് വൈ, വൈക്കും ഇടയിൽ 4 ഓമും 12 ഓമും എങ്ങനെയാ? പാരലൽ ആയിട്ട്. വൈക്കും സെഡിനും ഇടയിൽ 12 ഓമും 4 ഓമും എങ്ങനെയാ? പാരലൽ ആയിട്ട്. രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ, R1 R2 പാരലൽ ആണെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാ? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പൊ ഇവിടുത്തെ കേസിൽ എക്സ് സെഡിന് അക്രോസ് ഉള്ള ഈ ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? എക്സ് സെഡ് മാത്രം ഞാൻ വരയ്ക്കാണ്, ഈ ബ്രാഞ്ചിന്റെ മാത്രം രണ്ട് റെസിസ്റ്റൻസ് 12ഉം 4ഉം, അതിന്റെ പാരലൽ കോമ്പിനേഷൻ എത്രയാ? 12 into 4 ഡിവൈഡഡ് ബൈ 12 plus 4. That is 48 divided by 16 equal to 3 ohm. അപ്പോൾ എക്സിനും സെഡിനും ഇടയിൽ ഒരു 3 ohm. അതേപോലെ എക്സിനും വൈക്കും ഇടയിൽ ഇതിന്റെ പാരലൽ കോമ്പിനേഷൻ വരില്ലേ? അത് എത്രയാ? 3 ohm. അതേപോലെ വൈക്കും സെഡിനും ഇടയിൽ ഇതേപോലെ പാരലൽ കോമ്പിനേഷൻ വരില്ലേ? 3 ohm. അങ്ങനെയാണെങ്കിൽ രണ്ട് ടെർമിനൽ എടുത്തു കഴിഞ്ഞാൽ അതിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എത്രയാ? 3 ohm അല്ലേ? അവിടെയാണ് തെറ്റിപ്പോവാ. സോ ഇതിനെ ഞാൻ ഈ 3 ഓമിന്റെ രീതിയിലേക്കും കൂടെ ഇതിനെ ഇങ്ങോട്ടേക്ക് വരയ്ക്കാൻ പോവാണ്. അതായത് നമുക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടി ഓരോ ബ്രാഞ്ചിന്. അപ്പോ എക്സിനും സെഡിനും ഇടയിൽ ഒരു 3 ഓം. സിമിലർലി എക്സിനും വൈക്കും ഇടയിൽ ഒരു 3 ഓം. വൈക്കും സെഡിനും ഇടയിൽ അനദർ 3 ഓം. ഇങ്ങനെയായിട്ട് മാറും ഈ നെറ്റ്വർക്ക്. നമ്മൾ ഇക്വലന്റ് വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 ടെർമിനൽസ്. ഞാൻ ഈ ടെർമിനലും നോക്കുക. അപ്പൊ ഈ രണ്ട് ടെർമിനൽ നോക്കുമ്പോൾ അതിന് അക്രോസ് 3 ഓം മാത്രമാണോ കൺസിഡർ ചെയ്യുക? അല്ല, ഈ റെസിസ്റ്റൻസിന്റെ എഫക്റ്റും കൂടെ എക്സിനും സെഡിനും ഇടയിൽ വരില്ലേ? എക്സിനും സെഡിനും ഇടയിലല്ലേ ഈ 3 ഓമും ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ 3 ഓമും എങ്ങനെയാ? സീരീസ് ആയിട്ട്. സോ 3 ഓം സീരീസ് കണക്ഷൻ ഈസ് കണക്റ്റഡ് അക്രോസ് ദിസ് 3 ഓം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടില് എക്സ് സെഡ് എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്താൽ എക്സിനും സെഡിനും ഇടയിൽ ഇവിടെ ഒരു 3 ഓം ഉണ്ട്. എക്സിനും സെഡിനും ഇടയിൽ 3 ഓമിന്റെ ഒരു സീരീസ് കണക്ഷനും ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് എന്ന് പറയുന്ന പോയിന്റും സെഡ് എന്ന് പറയുന്ന പോയിന്റും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിനും സെഡിനും ഇടയിൽ ഒരു 3 ഓമും ഉണ്ട്. എക്സിനും സെഡിനും ഇടയിൽ രണ്ട് 3 ഓമിന്റെ സീരീസ് കണക്ഷനും ഉണ്ട്. എടോ, രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാ? R1 plus R2. 3 സീരീസ് ആണെങ്കിൽ 6. അപ്പൊ ഇതിന്റെ ഇക്വലന്റ് എങ്ങനെ വരും? ഒരു 3 മുകളിൽ ഒരു 6. സോ ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് സെഡ്. അപ്പൊ എക്സിനും സെഡിനും ഇടയിൽ ആക്ച്വൽ കണക്ഷൻ എത്രയാ? 3 6 എങ്ങനെയാ? പാരലലി കണക്റ്റഡ് അല്ലേ? 3 6 പാരലലി കണക്റ്റഡ്. സോ ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽ RXZ is equal to 3 parallel 6. That is 3 into 6 divided by 3 plus 6. 3 into 6 is 18. 3 plus 6 is 9. So 18 divided by 9 is equal to 2 ohm. So 2 ohm is the equivalent resistance between any two nodes. ഇത് നിങ്ങൾ ഏത് ബ്രാഞ്ചിനെ അക്രോസ് എടുത്തു കഴിഞ്ഞാലും സെയിം ആയിട്ടാ. കാരണം എന്താ? ഇപ്പൊ ഈ രണ്ട് ബ്രാഞ്ചിനെ അക്രോസ് എടുത്തോ, ഇവിടെ ഒരു 3 ഓം ഉണ്ട്. 3 ഓമും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 ഓം സീരീസ് ആയിട്ട് എങ്ങനെ സീരീസ് ആണെന്ന് മനസ്സിലാവുക? സെയിം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ സീരീസ് ആയിരിക്കും. ഈ 3 ഓമും സീരീസ് ആണ്. അപ്പൊ 3 plus 3 6. 6 ഏതിനെ അക്രോസ് കണക്ട് ചെയ്തിരിക്കുന്നത്? 3 അക്രോസ്. അതെങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ ആയിട്ട്. സോ 6 ഉം 3 ഉം പാരലൽ. 6 into 3 divided by 6 plus 3. ഇനി നിങ്ങൾ ഈ രണ്ട് ടെർമിനൽ നോക്കിയോ, എക്സും വൈയും.
എക്സിനും വൈക്കും ഇടയിൽ ഓൾറെഡി ഇവിടെ ഒരു 3 ഉണ്ട്. പിന്നെ 3യും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോഴും എന്താ 3 + 3 പാരലൽ 6. ഓക്കെ, അപ്പൊ ഏത് ടെർമിനൽ എടുത്തു കഴിഞ്ഞാലും ആ ടെർമിനൽ അക്രോസിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 2 ohm ആയിരിക്കും. സോ ഹിയർ ദ ഫൈനൽ ആൻസർ ഈസ് 2 ohm. ഒരുപാട് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ് ഒന്നാമത്. കാരണം ഇതെല്ലാം ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. ഈക്വലന്റ് റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് സ്റ്റാർ ഡെൽറ്റ ആണെങ്കിലും ഡെൽറ്റ ടു സ്റ്റാർ ആണെങ്കിലും ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ചെയ്യാം. ഈ നെറ്റ്വർക്കിന് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പാടാം. അതുകൊണ്ടാണ് ഞാൻ അതിനെ ട്രാൻസ്ഫോം ചെയ്തത്. ട്രാൻസ്ഫോം ചെയ്ത സമയത്ത് നെറ്റ്വർക്ക് ഒന്നും കൂടെ സിമ്പിളായി. സിമ്പിൾ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ പാരലൽ കോമ്പിനേഷൻസ് കിട്ടി. എപ്പോഴും ഡെൽറ്റയ്ക്കുള്ളിൽ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റാറിനെ ഡെൽറ്റ ആക്കി മാറ്റാം. അപ്പൊ നെറ്റ്വർക്ക് വല്ലാണ്ട് സിംപ്ലിഫൈഡ് ആവും. ഒരുപാട് പ്രോബ്ലംസ് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഈ സ്റ്റാറിനെ ഡെൽറ്റ ആക്കുന്നതും ഡെൽറ്റനെ സ്റ്റാർ ആക്കുന്നു. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ട്രയാങ്കിൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റാറിന് എന്ത് ചെയ്യുക? ഡയറക്ട്ലി ഡെൽറ്റ ആക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ പാരലൽ കോമ്പിനേഷൻ കിട്ടും. ഇവിടെ ഒരിക്കലും ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ഇക്വലന്റ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ റെസിസ്റ്റൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്. 2 ടെർമിനലിന് അക്രോസിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ റെസിസ്റ്റൻസിന്റെ എഫക്ട് ഇൻക്ലൂഡ് ചെയ്യണം. സോ ഹിയർ ദ ആൻസർ ഇസ് 2 ohm. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ക്ലാസ്സുകളും ഈ KWAന്റെ ഫുൾ സിലബസ് വൈസ് ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വൺസ് കോച്ചിങ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ജോയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.